ഇടുക്കി കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞുകയറി. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അന്വേഷണം ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലം കടക്കിലിൽ തടികയറ്റിയ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചുകയറി. കണ്ണൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവിധി വൈകും. പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ കോടതി പരിശോധിക്കും. തുടർവാദം പിന്നീട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ OP ടിക്കറ്റിന് 10 രൂപ. നടപ്പിലാക്കിയത് ആശുപത്രി വികസന സമിതി യോഗത്തിന്റെ തീരുമാനം. പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. 24 ഇംപാക്ട്. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവർക്ക് 20,000 രൂപ പിഴയിടാക്കിയ സംഭവത്തിൽ ഇടപെട്ട് ഗതാഗത മന്ത്രി. MVDയുടെ നടപടി പുനഃപരിശോധിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ഹിയറിംഗ് നടത്തി പിഴ ഒഴിവാക്കി നൽകും. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾ നിർത്തിവച്ചു. മുകൾ നിലയിലെ കോടതി മുറിയിലെത്താൻ ബുദ്ധിമുട്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. വിചാരണ മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം. PR അരവിന്ദാക്ഷനും CK ജിൽസനും ജാമ്യം നൽകിയത് ഹൈക്കോടതി. ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ലെന്ന് കോടതി. കൊടകര കുഴൽപ്പണ കേസിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ വീണ്ടും തിരൂർ സതീഷ്. പണം കൊണ്ടുപോയത് KK അനീഷ് കുമാറിന്റെ കാറിലെന്ന് ആരോപണം.